അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. ശക്തമായ മഴ നിൽക്കാതെ തുടരുന്നു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലുകൾ സംഭവിച്ചതിൻ്റെ ഫലമായി ധാരാളം ആളുകൾ മണ്ണിൽ മറയപ്പെട്ടു. ഉറ്റവരും ഉടയവരുമൊന്നുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇനിയും മറ്റെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഭയം. ഇങ്ങനെ മനുഷ്യൻ വല്ലാത്തൊരു വിഭ്രാന്തിയിൽ നിലകൊള്ളുകയാണ്. ഈ സമയത്ത് ഒരു പറ്റം ആളുകൾ സഹായിക്കാനായി രംഗപ്രവേശം ചെയ്യുന്നതും ചില ആളുകൾ സഹായം മാർക്കറ്റിംഗാക്കി മാറ്റുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോരോ സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇവിടം വരെയൊക്കെ എത്തിയത്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും നമ്മളിപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. ഞാൻ വാഹനം ഓടിച്ച് വളരെ ദൂരം യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ പറയും, എത്രയോ ദുരന്തങ്ങൾ കണ്ടു വരുന്ന വഴിയിൽ അതിലൊന്നും പെടാതെ സുരക്ഷിതമായി വീട്ടിലെത്തി. ഉറക്കം തൂങ്ങിയും ക്ഷീണിതനായും ഒക്കെ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ചു പോയിട്ടും ഒരു അപകടത്തിൽപ്പെടാതെയും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അറിയാതെ ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ തെറ്റാറില്ല. ചില ദുരന്തങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ആളുകൾ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. കാരണം വയനാട് നടന്ന ഈ ഭീകരമായ ദുരന്താവസ്ഥയിൽ പലരുടെയും കണ്ണീരുകൾ കണ്ടപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന് താഴെ അനേകം ആളുകളുടെ കമൻറ്റുകൾ കണ്ടു. ദൈവമുണ്ടോ, ദൈവമില്ലേ, മനസാക്ഷിയില്ലാത്ത ദൈവം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ദൈവത്തെ വിമർശിക്കുന്നത് കണ്ടു. ദൈവത്തെ നമുക്ക് മാറ്റി നിർത്താം. ദൈവം ഒരു തർക്ക വിഷയമാക്കി ആരും എടുക്കേണ്ട കാര്യമില്ല. ദൈവമെന്ന് പറഞ്ഞാൽ കരുണ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കരുണയുണ്ടോ അവനാണ് ഏറ്റവും വലിയ ഈശ്വരൻ. അത് ഞങ്ങളുടെ ഭാഷയിൽ മൻ അറഫ നഫ്സുഹു ഫഖദ് അറഫ റബ്ബുഹു. നീ നിന്നെ തിരിച്ചറിഞ്ഞാൽ നീ എന്നെ അറിയും. അപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞവനാണ് യഥാർത്ഥ ദൈവം. അത്തരം ദൈവങ്ങളും അതുപോലെ തന്നെ ഉള്ളിൽ സാത്താൻ്റെ സ്വഭാവമുള്ള ആളുകളെയും നമുക്ക് കാണാം. സഹായം പബ്ലിസിറ്റിയാക്കി മാറ്റുന്നവർ സാത്താൻ്റെ ആളുകളാണ്. പക്ഷെ സ്വന്തം ശരീരം പോലും, സ്വന്തം കുടുംബം പോലും നോക്കാതെ വലിയ അപകടങ്ങളിലേക്ക് ഇറങ്ങിച്ചാടുന്ന രക്ഷാപ്രവർത്തകരെയും നമുക്ക് കാണാം. അവരുടെ ഉള്ളിലാണ് യഥാർത്ഥമായ കരുണയുള്ളത്. കരുണയുള്ളവനെയും അഭിനയിക്കുന്നവനെയും
നമ്മൾ വേർതിരിച്ചറിയാൻ പഠിക്കണം. ഒരു സ്ഥലത്ത് സഹായവുമായി എത്തുമ്പോൾ സഹായിക്കുന്നവരെല്ലാം കരുണയുള്ളവരാണെന്ന് കാണരുത്. ചിലർ മാർക്കറ്റിങ്ങിൻ്റെ ആളുകളാണെന്ന് തിരിച്ചറിയാനും നമ്മൾ പഠിച്ചിരിക്കണം. സഹായിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ സഹായം ഒരിക്കലും അഭിനയമാകരുത് എന്ന് പറഞ്ഞതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുകയാണ്. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സഹായിക്കാൻ ആളുകൾ എത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തർക്കങ്ങളായി, വാശിയായി, വൈരാഗ്യമായി, മതഭ്രാന്തായി, മതത്തെക്കുറിച്ചുള്ള തർക്കങ്ങളായി, യുക്തിവാദികളായി, അങ്ങനെ എല്ലാവരും കൂടി സമൂഹത്തിൽ കിടന്ന് അലമുറയിട്ട് കരയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരുമയോടുകൂടി നിന്ന് ജാതിയോ മതമോ നോക്കാതെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതും നമുക്ക് കാണാം. നമ്മളൊന്ന് ചിന്തിക്കും. നമ്മളെല്ലാവരും യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും വിശ്വാസിയായാലും ആരായാലും നാം എല്ലാം മനുഷ്യരാണ്. നാം എല്ലാം ജനിച്ചത് മരിക്കാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നിനുമല്ല. ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഫില്ലിംഗ് മാത്രമാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം പലർക്കും പല രീതിയിലാണ് ലഭിച്ചിട്ടുള്ളത്. ചിലർ കോടീശ്വരന്മാരായും, ചിലർ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളവരായും, ചിലർ അതിനേക്കാളും താഴെ എങ്കിലും ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നവരായിട്ടും, എന്നാൽ അതിനേക്കാൾ ദാരിദ്ര്യത്തിലും ഭിക്ഷക്കാരനായിട്ടും അന്ധനായിട്ടും കുരുടനായിട്ടും ഒക്കെ ഇങ്ങനെ പല രീതിയിലും ഈ ലോകത്ത് മനുഷ്യരുണ്ട്. ഒരു വാഹനം ഓടിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നേരെ കൈനീട്ടി വരുന്ന ഭിക്ഷയാചിക്കുന്നവരെയും ഭിക്ഷ അഭിനയിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനും ഏജന്റുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിൽ ബിസിനസ്സാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സമുദായത്തിൻ്റെ ഇടയിലാണ് കരുണ തേടുന്ന മനുഷ്യൻ. ദൈവത്തെ പഴിചാരിയിട്ടൊരു കാര്യമില്ല. മനുഷ്യന് ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, ചിന്താശക്തിയുണ്ട്. ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഉത്കൃഷ്ടനായിട്ട് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനിക്ക് ഏറ്റവും വലിയ കഴിവുണ്ടെന്ന് ദൈവം പോലും പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഖുർആനിലൂടെ. അപ്പം ചിന്തിക്കാനുള്ള കഴിവ്, യുക്തി, ബോധം എല്ലാമുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുക? എത്രയോ ഉരുൾപൊട്ടലുകൾ, ഇന്നലെ ഉണ്ടായതല്ല ഉരുൾപൊട്ടൽ, അതിനു മുമ്പും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ, ആ ഉരുൾപൊട്ടലിൽ മനുഷ്യരുടെ ജീവൻ പോകുമ്പോൾ, ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ വർഷക്കാലം വരുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ? ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാവരും ഓരോരോ നേരം പോക്ക് പോലെ എൻ്റർടൈൻമെൻറ്റ്. നമ്മുടെ പ്രകൃതി ഏത് തരത്തിലാണ് നമ്മളോട് വിളയാടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത്തരം മേഖലകളിൽ, കുന്നുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ വർഷക്കാലം വരുമ്പോൾ ഒന്ന് ചിന്തിക്കണ്ടേ? ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടേനെ. മറ്റൊരിടത്തേക്ക് മാറാമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ വരാൻ പോകുന്ന ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറാനുള്ള ഒരു മനസ്സ് ഇല്ലാതെ നമ്മൾ കിടക്കുന്ന കിടപ്പാടമാണ് വലുത്, എനിക്ക് അവിടെ കിടന്നുറങ്ങണം, എൻ്റെ ഇഷ്ടത്തിന് ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം മേഖലകളൊക്കെ അപകട മേഖലകളാണ്. അത് തിരിച്ചറിയാൻ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ സ്വസ്ഥമായി ജീവിക്കാനായിട്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ വേണ്ട സഹായങ്ങൾ അവർ ജീവിച്ചിരിക്കെ തന്നെ കൊടുത്താൽ, ഇപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ലക്ഷങ്ങൾ സഹായനിധിയിലേക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ നടൻ വിക്രം 20 ലക്ഷം രൂപ കൊടുത്തു എന്ന് കണ്ടു. അങ്ങനെ പലരും കൊടുക്കുന്നു കാണുന്നു. നിങ്ങൾ മരിക്കാൻ നേരത്ത് കൊടുക്കല്ലേ? കേരളത്തിലോ അല്ലെങ്കിൽ മറ്റിതര സ്ഥലങ്ങളിലോ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ദുരിതം മാറാനായിട്ട് നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സഹായിക്കും. അതാണ് കാരുണ്യം എന്ന് പറയുന്നത്. കുറേ ആളുകൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ലക്ഷങ്ങൾ വാരി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കൂ. ബാങ്കിലെ ബാധ്യതയായിട്ടും ജപ്തിയായിട്ടും അല്ലാതെ എത്രയോ തരത്തിൽ മനുഷ്യൻ ഇവിടെ കിടന്ന് പ്രയാസപ്പെടുന്നുണ്ട്.
അവർക്ക് ഒരു 10 രൂപയെങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ആ സന്തോഷം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇത്തരം സ്ഥലങ്ങളിൽ പണം കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇവരുടെ സുരക്ഷിതത്തിനു വേണ്ടി അതൊന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവിടെ അത്തരമൊരു ദുരന്തമുണ്ടാകില്ലായിരുന്നു. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് സൂഫികളുടെ പ്രത്യേകതകൾ. ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന സൂഫികൾ എങ്ങനെയാണ് അവരാ നാട്ടിൽ അറിയപ്പെട്ടതെന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും. കൃഷിയിടങ്ങളിൽ വെള്ളം കിട്ടാതെ വലയുന്ന ആളുകൾക്കിടയിലേക്ക് വന്ന ഒരു സൂഫി, അവർക്ക് വെള്ളം കൊടുത്ത ചരിത്രം. ഏറ്റവും അധികം രോഗബാധിതരായി കിടക്കുന്നവർക്ക് രോഗശമനം നൽകിക്കൊണ്ട് കടന്നു വന്ന സൂഫികൾ, മനോവ്യാധികളിൽ അകപ്പെട്ട് ഉത്തരം കിട്ടാതെ അലയുന്ന മനുഷ്യർക്ക് നേരായ വഴി കാണിച്ചു കൊടുത്ത സൂഫികൾ, അവരാണ് യഥാർത്ഥ സൂഫികൾ. പക്ഷേ സൂഫി വേഷം ചമയുന്ന ആളുകളുമുണ്ട്, എങ്കിൽ നേരായ വഴി കാണിച്ചു കൊടുക്കുന്നവരുമുണ്ട്. എല്ലാ സൂഫികളുടെയും ജീവിതചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. അല്ലാണ്ട് അത്തരം സൂഫികളുടെ മക്ബറയിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല വിഷയം. വന്നവരൊന്നും ഒരു തട്ടിപ്പും നടത്തിയവരല്ല. എന്തെങ്കിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം മേഖലയിൽ ഇരുന്നു കൊണ്ട്, അവർക്ക് ചുറ്റുമിരുന്നു കൊണ്ട്, അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വരുന്ന പണം വസൂലാക്കുന്ന ഗവൺമെൻറ്റുമുണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് സമാധാനം നൽകാൻ വന്നവരാണ് എല്ലാ സൂഫികളും. അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകിക്കൊണ്ടും പലതരത്തിലും ഓരോ വ്യക്തികൾ കടന്നുപോയിട്ടുണ്ട്. വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അടക്കം ചെയ്തിരിക്കുന്ന കുഞ്ഞിമരക്കാർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അവരുടെ ജീവിതചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. അവിടെ നേർച്ച എന്തൊക്കെയോ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല, എങ്കിലും അവരുടെ ജാറത്തിൽ ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. അതിനെ ജാറം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ലോകത്ത് നന്മ ചെയ്തവരെ എല്ലാം പലതരത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എൻ്റെ മാർഗത്തിൽ നടന്നത് ആരാണോ അവരെ ഞാൻ ലോകാവസാനം വരെ നിലനിർത്തും. അതിനൊരു കാരണമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫറോവയുടെ ശരീരം പോലും സൂക്ഷിക്കപ്പെട്ടു വച്ചിട്ടില്ലേ, എങ്കിൽ മറ്റാരുടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ചിലരുടെ ശരീരം സൂക്ഷിക്കപ്പെടും മനുഷ്യർക്ക് മാർഗദർശനമാക്കിക്കൊണ്ട്. പാണ്ടിപ്പട ഒരു പെൺകുട്ടിയെ പറങ്കിപ്പട ഒരു പെൺകുട്ടിയെ കടലിലേക്ക് തട്ടിക്കൊണ്ടുപോയപ്പോൾ സ്വന്തം കല്യാണപ്പന്തലിൽ നിന്ന് ആ കല്യാണം നടക്കുന്ന സമയത്ത് ഉമ്മയുടെ അനുവാദത്തോടുകൂടി വാളെടുത്തു പോയി ആ കുട്ടിയെ രക്ഷിച്ച് അദ്ദേഹം അവരുടെ കൈകൊണ്ട് മരിച്ചൊരാളാണ്. ആ ഒരു സ്മരണയാണ് അദ്ദേഹത്തിനോട് സ്നേഹമുള്ളവർ കാണിക്കുന്നത്. അതൊരു കബറാരാധനയല്ല. വെളിയൻകോട് ഉമർ ഖാദി, അവരുടെ കബറിടം നമുക്ക് കാണാം. അവിടെയും ആളുകൾ വന്ന് നിൽക്കുന്നത് കാണാം. അവരുടെ ചരിത്രം പരിശോധിക്കുക. അതിനോടുള്ള റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. എല്ലാ മഹാന്മാരോടും റെസ്പെക്റ്റാണ് കാണിക്കുന്നത്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സംഭവം. അപ്പോൾ പറയും, ഇടനിലക്കാരനെ ആവശ്യമുണ്ടോ എന്ന്. അതെ, ഖുർആൻ എല്ലാത്തിനും ഇടനിലക്കാരനെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇടനിലക്കാരനുണ്ട്. ഇടനിലക്കാരനില്ലാത്തൊരു പരിപാടിയും ഈ ലോകത്തില്ല. സ്വന്തമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് പോലും കഴിയില്ല. ഒരു പുരുഷനാണെങ്കിൽ പുരുഷന് ഒറ്റയ്ക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഒരു സ്ത്രീയും വേണം. ഒരു സ്ത്രീയും പുരുഷനും ചേർന്നുകൊണ്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ടെന്നാൽ ആ കുട്ടികളെ അവരുദ്ദേശിച്ച തലങ്ങളിലേക്ക് പോലും എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഇടനിലക്കാർ കടന്നു വരുന്നുണ്ട്. ഇടി, മിന്ന്, കാറ്റ് മുതലായവ നയിക്കുന്ന മലക്ക്, ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്ക്, സ്വർഗത്തെ കാക്കുന്ന മലക്ക്, നരകത്തെ കാക്കുന്ന മലക്ക്, വഹി എത്തിക്കുന്ന മലക്ക്, അങ്ങനെ എത്രയോ മലക്കുകൾ തന്നെ അസിസ്റ്റന്റുമാരായിട്ടുണ്ട് അള്ളാഹ്ക്ക്. അള്ളാഹ്ക്ക് തന്നെ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എല്ലാത്തിനും ഇടനിലക്കാരെ വെച്ചുകൊണ്ടിട്ടാണ് പരിപാടിയൊക്കെ.
അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം വിഷയങ്ങളെ മനസ്സിലാക്കി പ്രതികരിക്കാൻ പരിശ്രമിക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. പക്ഷെ ചിന്തിക്കാൻ കഴിവില്ലാത്ത മനുഷ്യൻ കുറ്റം പറയാൻ വിധിക്കപ്പെട്ടവനാണ്. അവനെന്നും കുറ്റങ്ങൾ തന്നെ എണ്ണിക്കൊണ്ടിരിക്കും. അവനും മരിക്കും, വിശ്വാസിയും മരിക്കും. സത്യം നാളെ തിരിച്ചറിയാം. അള്ളാഹു മൺമറഞ്ഞുപോയ ആ ദുരന്തത്തിൽ മൺമറഞ്ഞുപോയ അവരുടെ കുടുംബക്കാർക്കും അതുപോലെയുള്ളവർക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ഇത്തരം ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനിയെങ്കിലും മാറി ഒരു സ്വസ്ഥമായ ഇടം കണ്ടെത്തുക. ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന എല്ലാവരും മുൻകൂട്ടി ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. തർക്കങ്ങളൊക്കെ പിന്നെയാകാം. നിങ്ങളുണ്ടെങ്കിലല്ലേ തർക്കമുള്ളൂ. അതുകൊണ്ട് ഇത്തരം മേഖലകളിൽ താമസിക്കുന്നവർ കഴിവിൻ്റെ പരമാവധി സുരക്ഷിതരായിരിക്കാൻ പരിശ്രമിക്കുക. ദുരന്തങ്ങൾ എപ്പോൾ എങ്ങനെ പുറപ്പെട്ടു വരുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ താമസിക്കുന്നവർ നല്ലൊരു മഴക്കാലം വരുമ്പോൾ അത്തരം മേഖലകളിൽ നിന്നൊക്കെ മാറി കഴിയുന്നതും മറ്റെങ്ങോടെങ്കിലും മാറി ഒന്ന് നിൽക്കുക. അതിനുള്ള സൗകര്യങ്ങളും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അല്ലാതെ ഒന്നും പറയാൻ കഴിയുന്നില്ല. അള്ളാഹു എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ, നമ്മളെല്ലാവരും ദൈവത്തിനെ കുറ്റം വിളിക്കണേ, തെറി പറയണേ, ദൈവത്തിന് കണ്ണില്ലേ, മൂക്കില്ലേ, വായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും മനുഷ്യരെ കൊന്നടക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം. നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസമൊക്കെ തോന്നും. ഈ പറയുന്ന ഞാനടക്കം അപകടത്തിലിരിക്കുന്ന ആളാണ്. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇത് പൊട്ടിയാൽ ഒരു വാർത്താ ചാനലോ ഒരു മീഡിയയോ അത് പ്രവചിക്കാൻ പോലും കേരളത്തിൽ ആരും ഉണ്ടാവില്ല. എല്ലാവരും അത് തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി പ്രതികരിച്ചാൽ നമുക്കെല്ലാവർക്കും മരിക്കുന്നത് വരെ സമാധാനമായി ജീവിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമായിരുന്നു. ആ മൺമറഞ്ഞു പോയ ആളുകളെയൊക്കെ ഓർത്തിട്ടുള്ള ഒരു വല്ലാത്ത ദുഃഖം. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനയിൽ മുഴുകി ഇരുന്നു. പക്ഷെ തല ഭയങ്കര വേദന, അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. എങ്കിലും നിത്യവും വീഡിയോ ഇടുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിരുന്നു കൊണ്ടാണ് ഇത് ചെയ്തത്. അല്ലാഹു നാം ഏവരെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, മനോവിഷമങ്ങളിൽ നിന്നും, ദുർവ്യാധികളിൽ നിന്നും, അതുപോലെ തന്നെ പരദൂഷകർക്കിടയിൽ നിന്നും, കണ്ണേറുകളുള്ള ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ. അതിനുവേണ്ടി നമ്മളും പരിശ്രമിക്കണം. പ്രാർത്ഥന ഒരു സമാധാനം മാത്രമാണ്. നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സൂക്ഷിച്ച് യാത്ര ചെയ്യാൻ കഴിയും. അല്ലാതെ ദൈവം നമ്മളെ വന്ന് രക്ഷിക്കും എന്ന് കരുതരുത്. നമ്മൾ നേരെയായാൽ ദൈവവും നേരെയാകും, നമ്മൾ വളഞ്ഞാൽ ദൈവവും വളയും. അത്രയേ ഉള്ളൂ. അല്ലാഹു എല്ലാവരെയും നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി തീർക്കട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അല്ലാഹ്.